ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീണ്ടും വന്നു. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും കമൻറ്റ് ചെയ്യണം, എന്തൊക്കെ ഞാൻ ചെയ്യണം എന്നും പറഞ്ഞിട്ട്, ഞാൻ എന്തൊക്കെ കണ്ടൻറ്റുകൾ ചെയ്യണം എന്നൊക്കെ എനിക്കൊരു ഐഡിയ തരണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ആരും ഒന്നും ചെയ്തില്ല. എനിക്ക് സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. നിങ്ങൾ ആരും ചെയ്യാത്തതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്നെയും കൂടെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മുരടിച്ച് പോകും. ഒന്നാമത് എനിക്ക് മടിയാണ്. അതിനോടത്ത് നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് വിജയിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഇന്ന് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എനിക്കൊരു ദിവസം ലീവാണ്. അപ്പോൾ നമ്മൾ എന്ത് പരിപാടി, നമുക്കൊരു ലഞ്ച് പ്രിപ്പയർ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു മൈൻഡിൽ. അപ്പം നമുക്ക് ലഞ്ച് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത്രയും കോൺഫിഡൻസോടെ ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, എന്നെ ഇവിടെ ആരുമില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനം മീൻസ് അങ്ങനെയല്ല കേട്ടോ. ഞാൻ വേറെ ആരുടെയും മുന്നിൽ ഞാൻ അങ്ങനെ ഒരു സംസാരിക്കുന്ന ടൈപ്പ് അല്ല. കണ്ടോ, ഇപ്പം ഇരുട്ടായി, കുഴപ്പമില്ലല്ലോ. കറണ്ട്. അപ്പം ഞാൻ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ സംസാരിക്കുമെന്ന് ചോദിച്ചാൽ സംസാരിക്കും. പക്ഷെ അവരുടെ മുന്നിൽ ഇങ്ങനെ എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു കാര്യം, എല്ലാവരും ഒന്ന് ഇതാക്കി അഡ്ജസ്റ്റ് ചെയ്യണം. കാരണം ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ കിച്ചണാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. മതിയോ, മതി. റെയിലൊക്കെ ഇരിക്കുന്നത് അതിൻ്റെ സാധനങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് വെക്കട്ടെ. നിങ്ങൾ ആരും അത് വെച്ചിട്ട് തന്നെ ജഡ്ജ് ചെയ്തത് പ്ലീസ്. അപ്പം നമുക്ക് ഫസ്റ്റ് അരി ഇടാം. അരി കുറച്ച് അരി മതി, ഞാൻ മാത്രമല്ലോ. ഇരി അരി ഇടുക. ഈ പരിപ്പ് കറിക്ക് ഒരു പേരുണ്ട്, അതിൻ്റെ കുത്തി കാച്ചിയതോ ഉടച്ച് കാച്ചിയതോ. ഈ തൃശ്ശൂർക്കാരുടെ എന്തോ സ്പെഷ്യലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോസ് കുറെ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പൊ നമുക്ക് അരി കഴുകിയിടാം. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒറ്റയ്ക്ക് കുക്കിംഗ് ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കിച്ചണിലൊന്നും ആരും ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്. ഇതൊരു മനസ്സിലാക്കാൻ ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതായതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കായിരിക്കും രാവിലെയൊക്കെ. ഷോ നമുക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ട സമയത്ത് ഭയങ്കര വേട്ടാവിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഒരു ഒരു നീല കളറുള്ള സാധനമില്ലേ മണ്ണിന്റെ അടിക്ക് പിടിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ചരി പോയി. അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു സന്തോഷം. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ലീവ് എടുക്കുന്ന സമയത്ത് കുക്ക് ചെയ്യാറില്ല. പുറത്തൊന്നും മേടിക്കാനാണ് ഇഷ്ടമാണ്. എനിക്ക് ലീവ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കണം മീൻസ് അയ്യോ ഇത് പറയണ്ട കേട്ടോ. ജീവി വെറുതെ ഇരിക്കണം പറഞ്ഞാൽ വെറുതെ അങ്ങ് കിടക്കുക, അതാണ് എനിക്കിഷ്ടം. അപ്പൊ ഞാൻ പൊതുവെ അങ്ങനെ ഞാൻ ലീവുള്ള ദിവസം പുറത്തൊന്നും മേടിക്കാറാണ് പതിവ്. അപ്പൊ ഇന്ന് എനിക്കൊരാഗ്രഹം, നല്ല മഴയത്ത് കുറച്ച് ചോറും കുറച്ച് പരിപ്പ് കറി കുറച്ച് ഉണക്കമീനും ഒക്കെ വറുത്ത് ഉണക്കമീൻ വെള്ളത്തിൽ നന്നാണ് അങ്ങനെ ഒക്കെ ചെയ്യണം എന്ന് എനിക്കൊരാഗ്രഹം കൊണ്ടിട്ട് നമ്മൾ ഇന്ന് അത് ചെയ്യുമ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ പരിപ്പ് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ചോറ് അടുപ്പത്ത് വെച്ചു ഞാൻ. ഭാര്യ എടുത്തിട്ടാണ്. അയ്യോ, ഇതിൻ്റെ പേര് പരിപ്പ് കുത്തിക്കാച്ചത്. പക്ഷെ ഞാനിത് പലരുടെ ഇതിനും പല ഇതായിട്ടാണ് കാണുന്നത്. നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചിലർ അതിൻ്റെ അകത്ത് തക്കാളി ഇടുന്നില്ല, ചിലർ അതിൻ്റെ അകത്ത് തക്കാളി ഇടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ശരി തക്കാളി ഇട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് കുട്ടി തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തപ്പോൾ നമ്മളെല്ലാവരും സെപ്പറേറ്റാണ് കുക്കിങ്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് സാധനങ്ങളുണ്ട്. പാത്രങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ തരും. പക്ഷേ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക. അതുകൊണ്ട് എല്ലാവരും സാധനങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ടാവും. നമുക്ക് ഒരു കുട്ടി തക്കാളി എടുത്തിടാം. ഒരു കുട്ടി തക്കാളി ഇടണോ? ഒറ്റയ്ക്കേ ഉള്ളൂ, പകുതി തക്കാളി മതി. എനിക്ക് അങ്ങനത്തെ ഒന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. നമുക്ക് അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെ. ഇപ്പം ഞാൻ ഇതുകൊണ്ട് പകുതി തക്കാളി ഇടുന്നു. ടേസ്റ്റ് നല്ലതായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും, ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പോയി യൂട്യൂബിലോ ഞാൻ ഇൻസ്റ്റയിലൊക്കെ തപ്പി. അപ്പോൾ എനിക്ക് കിട്ടിയത്
പരിപ്പ് കുത്തിക്കാച്ചിയത് എന്ന് ഇതിട്ടാൽ നമ്മൾക്ക് കിട്ടും. എന്നിട്ട് നമുക്കിത് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇട്ടു? പരിപ്പിട്ടു, ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിട്ടു, ഞാൻ ഒരു അരമുറി തക്കാളി ഇട്ടു, കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ, ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വെളിച്ചെണ്ണയിലാണ് കുക്കിങ്. ഞാൻ പൊതുവെ അങ്ങനെ വെളിച്ചെണ്ണയിൽ ഞാൻ കുക്ക് ചെയ്യാറില്ല. സൺഫ്ലവർ ഓയിലാണ് ഞാൻ കുക്ക് ചെയ്യാറ്. ഇടയ്ക്ക് ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുമ്പോൾ എനിക്ക് വെളിച്ചെണ്ണ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു കുട്ടി വെളിച്ചെണ്ണ ഞാൻ വാങ്ങിച്ചതാണ്, സെപ്റ്റോയിൽ. അങ്ങനെ നമ്മൾ എല്ലാം ഇട്ടെന്ന് വിചാരിക്കുന്നു. ഉപ്പ്, പരിപ്പ്, എൻ്റെ ഭയങ്കര കുക്കിങ്ങിനെ പറ്റിയുള്ള അറിവ് എനിക്ക് കൂടുതലായതുകൊണ്ട് എന്ത് പറ്റി ചോദിച്ചാൽ, പരിപ്പ് വാങ്ങിച്ചപ്പം മാറിപ്പോയി. എനിക്ക് കിട്ടിയത് മറ്റേ നോർമൽ പരിപ്പല്ല, ഇച്ചിരി വലിയ പരിപ്പല്ല, ഇത് കുഞ്ഞു കുഞ്ഞു പരിപ്പ്. എനിക്കൊന്ന് ഉഴുന്ന് പരിപ്പ് എന്തോ ആണെന്നാ തോന്നുന്നത്. അതും അടുപ്പത്ത് വെക്കാം. ചോറ് അവർ കുറച്ച് സമയം മതി, കാരണം ഞാൻ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. വില കൂടുതലാണ്, എൻ്റെ സമയം കുറച്ച് മതി എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്തിനാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇനി നമുക്ക് അടുത്ത പരിപാടി, വെളുത്തുള്ളി ഇടണോ വേണ്ടേ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കാം. വെളുത്തുള്ളി വേണമെങ്കിൽ നമുക്ക് 2 ഇടാം അല്ലേ? അപ്പം നമുക്ക് വെളുത്തുള്ളി പൊളിക്കണം. ഞാൻ വെളുത്തുള്ളി പൊളിക്കുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ നടുവേ മുറിച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എളുപ്പമുണ്ട് ഇതിൻ്റെ തൊലികളെ. സിമ്പിളാണ്. പിന്നെ ചെറിയുള്ളി വേണം, ചെറിയുള്ളി പൊളിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരിക്കും. ഇവിടെ ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട്, അല്ല ഞാൻ ഇതൊക്കെ പൊളിച്ചത് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ എനിക്കിതൊന്നും പൊളിക്കാൻ എനിക്ക് ഇഷ്ടമില്ല. വെളുത്തുള്ളി പിന്നെ കൊടുക്കുക, ചെറിയുള്ളി ഒന്ന് പൊളിച്ച് ചതച്ച് വരുമ്പോൾ ദേഷ്യം വരും. മിച്ചറിയാതെ മിസ്സിൽ വന്നേക്കുവാ. പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? ഇവിടെ നല്ല മഴയാണ്, അതുകൊണ്ട് എനിക്കൊരു പെർഫെക്റ്റ് ഡേ കിട്ടി ലീവായിട്ട്. നല്ല മഴയാണ്. നോർമലി ഇവിടെ നമ്മൾ ഒരു ദിവസം ലീവൊക്കെ എടുത്താൽ അന്ന് റൂമിലിരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്, ഭയങ്കര ചൂടായിരിക്കും. വെയിലാണെങ്കിൽ പാലക്കാട് അറിയില്ല. അത് ഞങ്ങളൊരു നല്ല ടൗൺ ഏരിയയിലാണ്, അപ്പം അവിടെ ഭയങ്കര ചൂടാണ്. അപ്പം ഇന്ന് നല്ല മഴ, നല്ല സുഖമുള്ള ഒരു ക്ലൈമറ്റ്. അതുകൊണ്ട് എനിക്ക് നല്ലൊരു ദിവസം കിട്ടി എനിക്ക് ലീവ്. ഞാൻ പൊതുവേ ഇവിടെ അങ്ങനെ ലീവ് എടുക്കാറില്ല. ഞാൻ ലീവ് എടുക്കുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോകാൻ മാത്രമേ ലീവ് എടുക്കുള്ളൂ. കാരണം ഇവിടുന്ന് കുറച്ചധികം പോകണ്ടായി വീട്ടിലേക്ക്. ലാസ്റ്റ് വീഡിയോ കണ്ടാൽ അറിയാം എൻ്റെ വീട് എവിടെയാണ്. ലാസ്റ്റ് വീഡിയോ കണ്ടവരാതെ കുറച്ച് പേര് കണ്ടുള്ളൂ. എനിക്ക് സങ്കടമായി, അതെനിക്ക് ഭയങ്കര വിഷമായി കേട്ടോ. ഇപ്പം നമ്മളെല്ലാം ഇടുന്നത്, വീഡിയോ ഇടുന്നതെല്ലാം എല്ലാവരും കാണണമെന്നൊന്നും ഇല്ലല്ലോ. പയ്യല്ലേ എല്ലാം ആവുക എന്നൊരു വിശ്വാസത്തിൽ ഞാൻ വീണ്ടും ഇടാം. ഞാൻ കുറച്ച് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. അത് ഇത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ഇടും, അല്ലെങ്കിൽ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കമന്റ് ഇടും വിചാരിച്ചു. ഞാൻ ആരും ഇട്ടില്ല. സോ ഞാൻ തന്നെ അങ്ങ് ഒരെണ്ണം ചെയ്യാം, ഒരു കണ്ടന്റ്. അത് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇതിനെ പറ്റിയൊന്നും വലിയ ധാരണയില്ല. ഇങ്ങനത്തെ കണ്ടന്റ് ഇടണം, അത് എങ്ങനെ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വരെ, എങ്ങനെയൊക്കെയാണ് ഫ്രെയിം, അത് ഇതൊന്നും എനിക്കറിയാം. അങ്ങനെ ഇടുക തന്നെ. എഡിറ്റിംഗ് പോലും മറ്റേ തന്നെ VN ഇടുക, തുടക്കവും അവസാനം മാത്രം കട്ട് ചെയ്യും, എന്നിട്ട് ഇടുക. അതിൻ്റെ ഇടയ്ക്ക് വൈകി കണ്ടന്റ് ചെയ്യും. അങ്ങനെ വലിയൊരു ഇതില്ല, എഡിറ്റിംഗ് ഒന്നും എനിക്കറിയില്ല. നല്ല ലിപ്സ്റ്റിക് അല്ലേ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ചോദിക്കണത് ഏതാ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, മനസ്സിലായോ? അപ്പോൾ കണ്ണേരിയുന്നു. ഇതിനെന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞു കേട്ടോ. എനിക്ക് പറഞ്ഞാൽ ചെറിയുള്ളി പൊളിച്ചാൽ മതി, എനിക്ക് കണ്ണേരിയും ഭയങ്കര പാടാ. ഷിറ്റ്, സോറി. എൻ്റെ കസിന്മാരുടെ എൻ്റെ ഒരു കസിനുണ്ട്, അവള് പറയും സവാളൊക്കെ പൊളിക്കും ഒരു നാക്ക് വെടി കിട്ടാൻ കണ്ണേരി നോക്കട്ടെ ഇങ്ങനെ നിന്നേക്കാം. സത്യമാണെങ്കിലും ജോക്കറിനെ പോലെ ഉണ്ട്. കത്തി കാണിച്ചതിന് കുഴപ്പമുണ്ടാവും. മതിയോ? ഓരോരോ ഐഡിയ, ഇതൊക്കെ എൻ്റെ ഐഡിയ ആയിപ്പോയി. അതുകൊണ്ട് മാത്രം ഞാൻ മര്യാദയ്ക്ക് ഓർഡറാക്കി തിന്നാൽ പോരാ, ഉണ്ടാക്കി തന്നെ കഴിക്കണം എനിക്ക്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇവിടെ ഒന്നാമത്തെ കാര്യം,
ഈ കുട്ടി കത്തി കാണിച്ചത് പറഞ്ഞോണ്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടി ഈ കുക്കിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കുക്ക് ചെയ്ത് കഴിക്കാം. കുക്ക് ചെയ്ത് കഴിക്കാം. ഒരു വിസിൽ വന്നു, 2-3 വിസിലൊക്കെ മതി. അപ്പോഴത്തേക്കത് വേഗം. അപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ വെറുതെ ഫുഡ് ഉണ്ടാക്കിയിട്ട് കഴിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഫുഡ് ഉണ്ടാക്കി വരുന്നുണ്ട് വിസിൽ. ഫുഡ് ഉണ്ടാക്കി പിന്നെ അത് കൊണ്ടുപോയി പിന്നെ വർക്ക് ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര പാടാണ്. ഞാൻ ഇങ്ങനെ നോക്കി ഹോംലി ഫുഡ് ഡെലിവറി ചെയ്യുന്ന സംഭവം കൊതി വെച്ച് ഹോംലി ഫുഡ് ഒക്കെ നമുക്ക് ഡെലിവറി ചെയ്യുന്ന സംഭവമൊക്കെ നോക്കി. അതിന് കുറച്ചധികം റേറ്റാണ്. ഒരെണ്ണം കൂടെ ഒറ്റ വിസിലും കൂടെ വന്നാൽ ഞങ്ങൾക്ക് നിർത്താം. ഇത് മാറ്റി ആയിട്ട് വെച്ചപ്പോൾ അത് ഞാൻ കഴിക്കിട്ട് വരാം. അത് സമയം എത്രയെന്ന് അറിയോ? 12 സംതിങ് ഒക്കെ ആയി. അപ്പോഴാണ് ഞാൻ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് റെഡിയാക്കുന്നത്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. എപ്പം തിന്നാ എന്താ ആർക്കാ പ്രശ്നം? ആരാ ചോദിക്കാവുള്ളേ? അപ്പം എനിക്ക് മറ്റേ ഇടിച്ച് ഇതാക്കാനുള്ള സാധനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചപ്പാത്തിയുടെ ഉരുട്ടുന്ന സാധനം വെച്ചിട്ടാണ് ഇതെല്ലാം ചതയ്ക്കുന്നത്. ഇതെല്ലാം ചതച്ചിടണം. ചതച്ചിട്ടാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നെല്ലാവരും യൂട്യൂബിൽ കാണിച്ചെല്ലാവരും പറഞ്ഞു. നമുക്ക് ചതച്ചിടാം, അരിഞ്ഞിടരുത്, ചതച്ചിടണം. ഭയങ്കര കൊതു കേട്ടോ. മഴക്കാലം സൂക്ഷിക്കണം. അവിടെ ഇവിടെയൊക്കെ ഡെങ്കിപ്പനി അത് ഇതെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കണേ, അത് സൂക്ഷിക്കണേ. വീഡിയോ കാണാൻ നിങ്ങൾക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സ്കിപ്പ് അടിക്കരുത് കേട്ടോ. എല്ലാവരും ഇത് കാണണം, കണ്ടിട്ട് പോയാൽ മതി. നിങ്ങൾ ഇനിയെങ്കിലും പറഞ്ഞു തരണം എനിക്ക് എന്തൊക്കെ കണ്ടന്റ് ഇടണം. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഓടിക്കതും പറഞ്ഞേക്കാം. എനിക്കൊന്നും അറിയില്ല. കണ്ണേക്ക് പോയി എന്റെ ചതച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ വരാം. കണ്ടോ, ഉള്ളു ചതച്ച കണ്ണൊക്കെ പരഞ്ഞു. സാരമില്ല, തിന്നാൻ വേണ്ടിയാണ്. നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണയിലാണ് വെള്ളം പോയി നല്ല വെളിച്ചെണ്ണ വയ്ക്കും. മൂക്കൊലി പയ്യ അപ്പൊ കണ്ണ് നിറഞ്ഞു നമുക്ക്. ഞാൻ ഇത്തിരി ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്, വെറുതെ ഒരു ടേസ്റ്റ്. നോർമലി അവരാരും ഇട്ടില്ല, കാണും. ഒരു ബാക്കിക്ക് വേണ്ടി ജീരകം പൊട്ടിക്കഴിയുമ്പോൾ കടി കിട്ടും. കടുകും മണം വരുന്നത്. കടുകും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കും. ഞാൻ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ടോ? ഇതെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് നല്ല ഒറ്റല്ലെങ്കിൽ മുഖം കഴിയൊപ്പം സ്കൂളിൽ പോകും. പോയി പോയപ്പോ എന്നെ നമ്മൾ കുറച്ച് വെട്ടം വെച്ചു. ഇതാണ് എൻ്റെ ശരിക്കുള്ള കളർ. അവര് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്ന ചതച്ച മുളക് ഇടാനാണ്. നമുക്ക് അതുകൊണ്ട് ചതച്ച മുളക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉണക്കമുളക് കട്ട് ചെയ്തിടാം. കുഞ്ഞാണ്ട് കട്ട് ചെയ്യണം. ചതച്ച മുളക് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ എരിവ് കിട്ടും. എരിവ് കിട്ടില്ല. വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇടാം കേട്ടോ. അതായത് കാശ്മീരി മുളക് പൊടി ഇടാം, കുറച്ച് കളർ കിട്ടും.
ചോറായിട്ടുണ്ട്. നമുക്ക് ചോറൊന്ന് മാറ്റാം. എന്താ ചോറാണ് എത്ര സമയം മതി. എല്ലാവരും ബസ്മതി റൈസ് കഴിച്ചു. അതും ചോറാണ്. എന്ത് പണിയെടുക്കുന്നു. ചോറായി നമുക്ക് ഊറ്റിയിട്ട് വരാം. കുക്കർ തുറന്നു. നമുക്ക് ഒരു ചേച്ചി പറഞ്ഞു ഒത്തിരി ഇട്ട് മുപ്പിക്കണ്ട എന്ന്. പക്ഷെ ഞാൻ ഒരു വീഡിയോ അവർ നന്നായിട്ട് മുപ്പിച്ചിട്ടായിരുന്നു. അപ്പൊ നമുക്ക് കുറച്ച് ഒരു മീഡിയം മുപ്പിൽ ഇതാക്കാം. പൊഴിച്ചു കൊടുക്കാവേ. ഒന്നിനും വേണം. ഇത് മറ്റേ സുഖമില്ലാത്ത ലൈറ്റ് പോയില്ലാതെ ഞാൻ കാണിച്ചു തന്നെ. എങ്ങനെ തക്കാളി കൂടി ഇട്ടതുകൊണ്ട് തിരുപ്പ് നോക്കാം. ഉപ്പ് പൊടിപ്പി ഉണക്കമീൻ റെഡിയാക്കാം. കണ്ടു അവരെന്നാ കാണിച്ചപ്പോ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു. ഞാൻ കാണിച്ചപ്പോഴാണ് ഇങ്ങനെ എന്തിലാട്ടെ എനിക്ക് തിന്നാല്ലേ. എനിക്ക് ഇഷ്ടമുള്ളത് അല്ലേ. ഉണക്കമീൻ റെഡിയാക്കും ഇതാവട്ടെ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ഉണക്ക മാന്തളാണ്. അപ്പൊ എല്ലാവരും അത് തന്നെയാണ് ഇതിന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞത് പരിപ്പ് കറിക്ക്. അപ്പൊ ഞാൻ എടുത്തത് ഉണക്ക മാന്തളില്ല. നമുക്കത് റെഡിയാക്കാം. ഞാൻ ഇത്തിരി മുളക് പൊടി ഇടും ഇത്തിരി വറക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യർ തിന്നാന്ന് നോക്കുന്നുണ്ട്. കൊണ്ടാക്കി തിന്നാൻ വിചാരിച്ചാൽ എന്താ വെച്ചു അതൊക്കെ മതി. നമ്മൾ പരിപ്പ് കറി റെഡിയാക്കുന്നത് പരിപ്പ് നമ്മളെ ഫിക്സ് ചെയ്ത് നോക്കാം. അത്ര മുളക് നടന്നു കേട്ടോ. കുറച്ച് മുളക് ഇട്ടു. എരിവിന് വേണ്ടിയിട്ട് മുളക് വേണമെങ്കിൽ ഇടണം എന്ന് പറഞ്ഞത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മുളക് ഇടുക. എൻ്റെ മുളക് കൂടിപ്പോയി, എൻ്റെ ഉപ്പും കൂടിപ്പോയി. പക്ഷേ കറി ടേസ്റ്റാണ്. അവർക്കൊരു താങ്ക്സ് ഞാൻ രേഖപ്പെടുത്തുന്നു. പരിപ്പ് കുത്തി കച്ചതിൻ്റെ വീഡിയോ ഇട്ട എല്ലാവർക്കും എൻ്റെ വക നന്ദി. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ട്രൈ ചെയ്തു. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ എൻ്റെ മാന്തളും കൂടെ കറക്റ്റായിട്ട് വന്നാൽ ഇന്നേക്കൊരു കൂടി പിന്നെ ഈ മാന്തളം എന്ന് പറയുന്ന സാധനം ആവാൻ കുറച്ച് ടൈം മതി. ഉണ്ടാക്കാൻ അറിയാവുന്നവർക്ക് ഇപ്പൊ ഓക്കെ. കുറച്ച് ലൈറ്റ് അതിൻ്റെ മറ്റേത് കൂടിക്കിടക്കുക എക്സ്പോഷർ. നമ്മുടെ ഉണക്കമേൽ ഇപ്പൊ കയറുമ്പോൾ വീഞ്ഞു പോയാണ്. കണ്ടോ ആരും ഒന്നും മിണ്ടാനൊന്നും. ഇപ്പൊ റെഡി. 5 minutes നമ്മുടെ ഫുഡ് റെഡിയാവും. അങ്ങനെ ഡാർക്ക് സർക്കിൾസ് നല്ലപോലെ ഉണ്ട് എനിക്ക്. കാരണം പക്ഷെ ഉറക്കം നല്ല പോലെ കിട്ടുന്നുണ്ട് എനിക്ക്. പിന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് നമ്മളൊരു വലിയ പ്ലേറ്റ് എൻ്റെ മുഖത്തിലൊക്കെ നമ്മളൊരു പ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് നമുക്ക് ചോറ് ആക്ച്വലി എനിക്ക് വൈകിട്ടത്തേന് വേണ്ട. ആ ഉച്ചക്കത്തേന് മാത്രമേ ഉണ്ടാക്കാൻ പോകും. അതെന്താ വെച്ചാൽ പ്ലേറ്റിന്റെ 1/4 ചോറ് വെക്കണം എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ പ്ലേറ്റിന്റെ 2/4 പോയി. സാധ്യത ഇതിലേക്ക് പരിപ്പ് കറി ഒഴിക്കാം. എന്നിട്ട് ഞാൻ എങ്ങനെ കാണിച്ചു തരാം. പരിപ്പ് ഞാൻ എപ്പോൾ നോക്കിക്കോണം. വെള്ളക്കളർ ഭയങ്കര കൂടുതൽ. സൂപ്പർ പരിപ്പ് കറി എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സാധനം. ആക്ച്വലി പരിപ്പ് നമുക്ക് ഒഴിക്കാം, കുഴപ്പമില്ല. കാരണം ഞാൻ മാത്രം എനിക്ക് ഇഷ്ടമുള്ളത് കിട്ടും.
അല്ല വേണ്ട, ഞാൻ നിങ്ങളത് കാണിച്ചിട്ട് പോയി വിളിക്കാം, അല്ലെങ്കിൽ ചോറ് കഴിക്കാം. കണ്ടോ, ഇതാണ് സാധനം. എൻ്റെ ഒരു കാര്യം. ഇനി നമുക്ക് നല്ല പോലെ വെട്ടി വിഴുങ്ങിയിട്ട് വരാം. കുറച്ചും കൂടെ പരിപ്പറി വെച്ചാലും തരും, അത് പിന്നെ വന്നിട്ട് തിന്നാലേ. നമുക്കത് വെട്ടി വിഴുങ്ങി ഞം 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 ഞം. നമുക്ക് നമ്മുടെ ചോറുണ്ടാകും. ഞാൻ റൂമിൽ വന്നിരുന്ന് കഴിക്കാം, അല്ലാതെ നമുക്ക് പിന്നെ സ്പെഷ്യലായിട്ട് ഡൈനിങ് ഏരിയ അങ്ങനെയൊന്നും ഇല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതിലൂടെ നമുക്കൊരു സത്യം വെളിപ്പെടുത്താൻ പറ്റും. അത് സത്യം വെളിപ്പെടുത്താൻ വെച്ചാൽ ഇത് ശരിയായിട്ടുണ്ടോ ഇല്ലെന്ന്. കുറച്ച് ഉണക്കമീൻ ഇത്തിരി കറിയിൽ അങ്ങ് വെക്കുക. സൂപ്പർ സൂപ്പർ, വെറുതെ പറയില്ല. അയച്ചു കറിക്ക് ഉപ്പ് പൊടിയതുകൊണ്ട് കുഴപ്പമുണ്ടാവും. ചോറിന് ഉപ്പില്ലാത്തതുകൊണ്ട് മാനേജ്. കിട്ടിലും ടേസ്റ്റ് ആട്ടോ. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്യണം. കുറച്ച് എരിവ് കൂട്ടി. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. എന്തായാലും ഇത് മാക്സിമം ട്രൈ ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ഉച്ചയ്ക്കൊക്കെ ചൂടോടെ കഴിച്ചാൽ സൂപ്പർ എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പം അത് ചെയ്യുക. പിന്നെ എന്താണ്, കമൻറ്റ് ചെയ്യാം. ഇങ്ങനത്തെ വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എങ്ങനെയുണ്ടായ അഭിപ്രായങ്ങളൊക്കെ പറയാം. ഈ ഫുഡ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ട്രൈ ചെയ്യാം, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. കറണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിലൊന്ന് കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുക. അപ്പം ഞാൻ കുറച്ചും കൂടെ സൂപ്പറായിട്ട് ചെയ്യും. അപ്പം ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. അപ്പം ബൈ ബൈ. ഞാൻ ഇത് വേഗം കഴിച്ച് തീർക്കട്ടെ. അടിപൊളിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. അപ്പം പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഈ ഒരു റെസിപ്പി കണ്ടുപിടിച്ചാൽ ഈ റെസിപ്പിയുടെ വീഡിയോ ഇട്ട എല്ലാവർക്കും ഒത്തിരി 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 നന്ദി. കാരണം അത്ര അടിപൊളി ഡിഷാണ്, അത്ര അടിപൊളി ഫുഡാണ്. നല്ല, എനിക്ക് പറയാൻ പറ്റും, എന്ത് ഞാൻ പറയാം, അത്രയും ടേസ്റ്റ് ഉണ്ട്. നല്ല ചൂടായിട്ട് കഴിക്കുമ്പോഴല്ലോ. അപ്പം ഇതിൻ്റെ വീഡിയോ ഇട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അങ്ങനെ അപ്പം ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഇതാക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.